തലസ്ഥാനത്ത് മാറനെല്ലൂരിൽ വീട് കുത്തി തുറന്ന് 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നുവെന്ന വാർത്ത വരുന്നത്. ഇന്ന് വൈകിട്ട് 8 മണിയോടെയാണ് ഈ മോഷണം നടന്നതെന്നാണ് നിഗമനം. പുന്നവൂർ വിജയബാബുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇന്ദുലേഖ രേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇന്ദു, തിരുവനന്തപുരത്ത് സമാന രീതിയിലുള്ള വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 40 പവൻ സ്വർണ്ണാഭരണം കവർന്നുവെന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള കവർച്ചയാണ് ഇത്. പോലീസ് എന്താണ് പറയുന്നത്? ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? അനശ്വര, കഴിഞ്ഞ കുറച്ചു നാളുകളായി നമുക്കറിയാം മാറാനെല്ലൂരിൽ നിന്നും മോഷണ വാർത്തകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഏകദേശം 15ഓളം മോഷണ വാർത്തകളാണ് അവിടെ നിന്ന് മാത്രമായി വരുന്നത്. ഏറ്റവും അത്ഭുതപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നീ ദിവസം വരെ ഈ പറഞ്ഞ 15 മോഷണ കേസുകളിലായിട്ട് ഒരു പ്രതിയെ പോലും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ നടന്ന മോഷണം നമുക്കറിയാം 35 പവനോളം സ്വർണം, 45 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ 35 ലക്ഷത്തോളം രൂപ വില വരുന്ന രീതിയിലാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത്. ഒരു വൻ മോഷണം എന്ന് തന്നെ പറയാം. ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന്, പിൻവശത്തെ വാതിൽ, അതായത് അടുക്കളയുടെ വാതിലാണ് കുത്തി തുറന്നിരിക്കുന്നതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. അത് കുത്തി തുറന്ന് ഉള്ളിൽ കടന്ന് അലമാരയ്ക്കുള്ളിലെ തുണികളെല്ലാം വലിച്ചു പുറത്ത് ചാടിച്ച് ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയത്. നിലവിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ പ്രതിയാണെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഏകദേശം ഒരു നിഗമനത്തിലാണ് നിലവിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം മാത്രമേ ഇയാൾ തന്നെയാണോ മോഷ്ടാവ് എന്ന് സ്ഥിരീകരിക്കാനാവൂ. എന്തായാലും ആ ഒരു ഭാഗത്ത്, ആ ഒരു ഏരിയയിൽ മോഷണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും മോഷണ വാർത്തകൾ തന്നെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അനശ്വര.